ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ളൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നൊസ്റ്റാൾജിക് എന്ന് പറയാൻ കാരണം പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ വീട്ടിൽ മുതിർന്നവർ നമുക്കുണ്ടാക്കി തന്നിരുന്ന ഒരു മധുര പലഹാരം, അതുകൊണ്ടാണ് നൊസ്റ്റാൾജിക് എന്ന് പറയുന്നത്. ചക്കയുടെ സീസണിൽ പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഐറ്റം. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. നമ്മൾ ചക്കയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ അതിനായിട്ട് പഴുത്ത ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും തേങ്ങാ ചിരവിയതും ചേർത്ത് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയും തേങ്ങാ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ടാണ്. ഇനി നമുക്കതിലേക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ള നമ്മുടെ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ അപ്പം ഇവിടെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിവിടെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാനായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല, കാരണം നമുക്ക് ആവശ്യം വരില്ല. പിന്നെങ്കിലും ജസ്റ്റ് അല്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മിക്സ് ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഇലയിൽ വെച്ച് നമുക്ക് ബാറ്റർ ഇലയിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഭക്ഷണയിലയാണ് എടുത്തിരിക്കുന്നത്. ഭക്ഷണയിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് ഇല ചുരുട്ടി നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. കാരണം ബാക്കിയും കൂടെ ഇതേപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പഴയ ഓർമ്മയാണ് ഇത് കാണുമ്പോൾ വരുന്നത്. കാരണം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ചക്കയപ്പൊക്കെ ഉണ്ടാക്കി കഥകളൊക്കെ പറഞ്ഞ് കഴിക്കുന്ന ആ ഒരു ഓർമ്മ പഴയ കാലങ്ങളിലേക്ക് പോയി സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അതേപോലെ ബാക്കി മാവും റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലേറ്റിൽ നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കിണ്ണത്തിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ നമ്മൾ ഭക്ഷണയിലെ അപ്പം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ആഹാ, എല്ലാവരും വായോ കൂട്ടുകാരെ, നമുക്ക് ചക്കയപ്പം കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം.